ചേട്ടാ നമസ്കാരം. പേരെന്താ ചേട്ടാ? പേര് ഗോപിനാഥ്. എവിടെ വീടോടെ? ഏതാ സുരേഷ് എന്ന് വിളിക്കുന്ന? എവിടെ വീടോടെ ചേട്ടാ? ഇത് പള്ളിപ്പുറം NSS കോളേജിന്റെ അടുത്ത് തന്നെയാണ്. എത്ര നാളായി ഈ കാർഷിക മേഖലയിലായിട്ട്? ഒരു 7-8 വർഷമായിട്ടുണ്ട്. കാർഷിക മേഖലയിലായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. ഈ ട്രാക്ടറിന്റെ വർക്ക് തുടങ്ങിയിട്ട് 8 വർഷമായിട്ടുണ്ട്. അതിന് മുമ്പ് മറ്റേ ചെറിയ വണ്ടി ടില്ലറിന്റെ ഇതിലായിരുന്നു. അതുകൊണ്ട് 10ാം ക്ലാസ് പഠിത്തം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും പിന്നീട് കാർഷിക മേഖലയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ മുതൽ ടില്ലറിന്റെ പിന്നാലെയാണ്. പിന്നെ അതിൽ നിന്ന് ഇതിന്റെ പിന്നാലെയായി. ഇത് തന്നെ ജീവിതമാർഗം. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. മക്കൾ എത്ര പേരാ? മക്കളെ 2 കുട്ടികൾ, 2 പെൺകുട്ടികളാണ്. മൂത്ത ആളൊരു ചെറിയ ജോലിയൊക്കെ ഉണ്ട്. ഓഡിയോളജി ആൻഡ് സ്പീച്ചാണ് പഠിച്ചത്. വൈഫ് വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ്. ഇളയ മോള് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ് പഠിച്ചത്. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസ്സിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഈ വാഹനമേഖല ഈ മേഖലയായിട്ട് എത്ര ആളായി ഇപ്പോൾ? ഈ ട്രാക്ടറുമായിട്ട് ഒരു 8 വർഷമായി. 8 വർഷമായിട്ടല്ലേ? ഇത് നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വണ്ടിയാണോ അതോ? ഇത് ഇന്ത്യൻ നിർമ്മിതമല്ല. ഇത് അല്ല, വെളിയിൽ നിന്നുള്ളതാണ്. അപ്പം നമ്മുടെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയാണ്? കാര്യങ്ങൾ നമ്മൾ കമ്പനി തന്നെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഓയിൽ വരെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കമ്പനി മുഖാന്തരമാണ്. നമ്മൾ ഇവിടെ നിന്നും ഓയിൽ വാങ്ങിച്ചൊഴിക്കാറില്ല. ഷോറൂം ചെങ്ങന്നൂര് പ്രാവൻകൂടാണ്. അവിടെ ഓടിച്ച് ചെയ്യുന്നതാണോ സർവീസ്? ഓടിച്ചു പോകണ്ട, നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരും. ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ തന്നെ അവർ പിറ്റേ ദിവസം വരും. പെട്ടെന്ന് അവര് നമുക്ക് വണ്ടി കണ്ടീഷൻ ആക്കി തരും. ഓയിൽ ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓയിലുമായിട്ടാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും നെട്ടോ ബോൾട്ടോ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഒരു ലോക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വൈകിട്ട് അവർ കൊറിയറിൽ അയച്ചു തരും. അന്ന് തന്നെ കൊറിയറിൽ അയക്കും. പിറ്റേ ദിവസം വൈകിട്ട് മുമ്പായിട്ട് നമുക്ക് സാധനം കിട്ടും. നല്ല ഉത്തരവാദിത്തമുള്ള ഒരു കമ്പനി. ഇതിപ്പോൾ എത്ര മണിക്കൂർ ഓടിയിട്ടുണ്ട് നമ്മുടെ വണ്ടി? ഇപ്പോൾ ഒരു 5000 മേലെ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ആണോ കാണിക്കുന്ന, മണിക്കൂറാണോ ഇത്? മണിക്കൂറേ കാണിക്കും. അപ്പോൾ ഇത് എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത് ഓയിൽ മാറുന്നത്? അത് ഇപ്പോൾ 250 മണിക്കൂറാണ് എഞ്ചിൻ ഓയിൽ മാറുന്നത്. ഈ മേഖലയിലേക്ക് ഇപ്പോൾ ചെറുപ്പക്കാർ കടന്നു വരുന്നില്ലല്ലേ? ഒരു മനുഷ്യനും വരുന്നില്ല. ഇപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഓണർ തന്നെ വേറെ 2 വണ്ടിയാണ്. ഒരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നു, സോളിസി ആൻമർ എന്നും പറഞ്ഞു. പിന്നെ ഒരു മഹീന്ദ്രയുടെ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു. അത് രണ്ടും കൊടുക്കുകയായിരുന്നു. കാരണം ഓടിക്കാൻ ആളില്ല. ഒരു പയ്യനെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചെടുക്കാമെന്ന് മനസ്സിൽ ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ആരും ഈ മേഖലയിൽ കടന്നു വരുന്നില്ല. ഈ മേഖല സർക്കാർ ഈ മേഖലയിലേക്ക് വരുന്ന ഡ്രൈവർമാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. സർക്കാർ ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പലയിടത്തും നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പോലും ഇപ്പൊ കഴിഞ്ഞ പള്ളിപ്പുറം പഞ്ചായത്തിലെ കുറച്ച് 10-12 പെണ്ണുങ്ങൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ ചെന്നിരുന്നു. അവർക്ക് 1-2 ദിവസം ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ സർക്കാരിന് പറ്റുന്നില്ല. എൻ്റെ വൈഫൊക്കെ പോയതാണ് അതിനകത്ത്. ആ ട്രെയിനിങ് ഒരു ദിവസമൊക്കെ കൊടുത്തു. ഇത് ചേട്ടൻ ഒരു ദിവസം എന്നാ വരുമാനമുണ്ട്? നമുക്കൊരു കണ്ടിന്യൂസ് പണിയുണ്ടെങ്കിൽ ഒരു 10,000-1500 രൂപയുടെ ഡെയിലി പണി 6 മണിക്കൂറൊക്കെ പണിയാണ്. എനിക്കിപ്പോൾ ഇവർ മണിക്കൂറിന് 250 രൂപ വെച്ചാണ് കൂലി ഈ മുതലാളി. കാരണം അപ്പോൾ അവർക്ക് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ല. എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെ. അപ്പോൾ 10,500 രൂപയുടെ എങ്ങനെ? മുതലാളിയുടെ പേര് അരുൺ ചിദംബരം എന്നാണ്. അതെവിടെ താമസിക്കുന്നത്? അദ്ദേഹം പള്ളിപ്പുറത്ത് മാവിൻചോട് ജംഗ്ഷനിലോട് ഞാൻ. ആയിക്കോട്ടെ. ഇതിപ്പം ഈ നമ്മളിതിൻ്റെ ടയറും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ഇതൊക്കെ എങ്ങനെ കമ്പനി തരുവാണോ വേറെ എടുത്ത് മാറുവാണോ? അല്ല, ടയർ നമ്മളെ വിളിച്ച് പറയുമ്പോൾ ബാക്കിലെ ഈ വലിയ ടയർ കട്ട ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലെ ടയർ കട്ട ചെയ്യില്ല, അതിന് മോൾഡ് ഇല്ലെന്നാണ് പറയാം. അതിന് നമ്മൾ പുതിയത് വാങ്ങിക്കുക. ഇപ്പം നമ്മൾ ഒരു മാസമേയുള്ള പുതിയ ടയർ ഇട്ടിട്ട് അത് രണ്ടും പുതിയത് വാങ്ങിക്കുക. പുതിയ ടയർ ഫ്രണ്ടിലത്. ഇത് 1 മണിക്കൂർ ഓടാനായിട്ട് എത്ര ലിറ്റർ ഡീസൽ വേണം? 1 മണിക്കൂർ റോഡിൽ കൂടി ഓടുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ ചിലവാകത്തുള്ളൂ. ഒരു 3 ലിറ്ററൊക്കെ വരത്തുള്ളൂ. പിന്നെ ഇത് ഓടിയാണ് ഇതിൻ്റെ ചിലവ് കുറയ്ക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ ശരാശരി 3-4 താഴെയൊക്കെ വരുന്നുള്ളൂ. ആദ്യം കമ്പനി 6 ലിറ്ററാണ് പറഞ്ഞത് മണിക്കൂറിൽ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു പുരയിടമാണെങ്കിൽ ചിലവ് കൂടും. ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് ഇവിടെ കളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഈ പറമ്പിൽ. ഈ പറമ്പിലൊക്കെ ഒരു 8 ലിറ്റർ ഡീസലെങ്കിലും 1 മണിക്കൂറിൽ നമുക്ക് ചിലവാകും. ഈ മേഖലയിലേക്ക് ചെറുപ്പക്കാർ കടന്നു വന്ന നല്ല തൊഴിലാണ് അല്ലേ? നല്ല തൊഴിലുള്ള ഒരു സാഹചര്യം. പിന്നെ ഗവൺമെന്റിലൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളല്ല. ജോലിക്ക് വേക്കൻസി ഉണ്ട്. ട്രാക്ടർ ഓടിക്കാനായിട്ട് ദേവസ്വം ബോർഡിൽ സർക്കാർ വിളിക്കും. ദേവസ്വം ബോർഡിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ
മുനിസിപ്പാലിറ്റികളിൽ ഇതിന്റെ വേസ്റ്റും ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് ട്രാക്ടർ ഡ്രൈവർമാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരാളും രംഗത്തേക്കൊന്നും ഡ്രൈവറില്ല. എന്നിട്ട് ഇവിടെ ചെറുപ്പക്കാർ പണിയില്ലെന്ന് പറയാം. നല്ല അത് നല്ല മാർഗം. ഇത് ആർക്കും ഇതിനെ കുറിച്ച് സംബന്ധിച്ചാണ് ഏജ് ഓവറായതുകൊണ്ട് ചേർത്തല തന്നെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അവിടെ ഒരു പയ്യനായി കയറി. എന്റെ ഏജ് ഓവറായതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ദേവസ്വം ബോർഡിലേക്കൊക്കെ ഒരുപാട് അവസരമുണ്ട്, വേക്കൻസി ഉണ്ട്. ജനങ്ങൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ഈ വേറെ പണി തപ്പി നടക്കുന്നത്. ഒരു 10-20 വയസ്സുള്ള ഒരു പയ്യൻ ഡ്രൈവിംഗ് ഈ വണ്ടി ഓടിക്കാൻ പഠിച്ചവൻ കൈതെളിഞ്ഞു കഴിഞ്ഞാൽ അവന് ഗവൺമെന്റ് ജോലി ഉറപ്പാണ്. ഒരു 3-4-5 വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ട് ഗവൺമെന്റ് ജോലി. എന്തായാലും ചേട്ടൻ്റെ ഇന്റർവ്യൂ കൊണ്ട് അങ്ങനെ കുറെ പേർക്ക് ഗുണം ഉണ്ടാകട്ടെ. അതെ, ഏതാ അതിന്റെ ഒരു ദൈവം അതിന്റെ ഒരു അനുഗ്രഹം തരട്ടെ. ഗുരുവായൂര് അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ അത്യാവശ്യം വേണം. ട്രെയിലർ വെച്ചിട്ട് അതേ സാധനങ്ങൾ കൊണ്ടുപോകും. ശബരിമലയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകും. ഡ്രൈവറില്ല. ഇപ്പൊ ആരെങ്കിലും തയ്യാറായി വന്ന ചേട്ടൻ അവരെ പഠിപ്പിക്കോ? ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. ചേട്ടന്റെ ഫോൺ നമ്പർ പറയുന്ന 9846143417. ഇത് കേരളത്തിൽ ഏത് ജില്ലയായിരുന്നു നിങ്ങള്? ഞങ്ങള് കേരളത്തിലെ ആലപ്പുഴ ജില്ല, ചേർത്തല വടക്ക് 8 കിലോമീറ്റർ വടക്കോട്ട്. അരൂര് മണ്ഡലമാണ് ഞങ്ങളുടെ. പള്ളിപ്പുറം പള്ളിയുടെ തൊട്ടടുത്താണ് വണ്ടിയുടെ ഓണറിന്റെ വീട്. അപ്പം ഈ ചാനൽ വഴി കാണുന്നവർ ചേട്ടനെ വിളിക്കും. ചേട്ടനും തീർച്ചയായിട്ടും പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാകണം. ഒരു വണ്ടി ഓടിച്ചല്ല പഠിക്കേണ്ടത്, ഇത് വർക്ക് ചെയ്താണ് പഠിക്കേണ്ടത്. ചെളിയിലും ചേറിലും ഇറങ്ങി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പറമ്പിലും ചെളിയിലും ചേറിലും ഒക്കെ ഇറങ്ങേണ്ടി വരും. അത് ഇറങ്ങി വർക്ക് ചെയ്താൽ അവൻ നല്ല എക്സ്പേർട്ട് നല്ല ഡ്രൈവറായി അവന് ജോലി ചെയ്ത് ജീവിക്കാം. ഈ ജോലി കൊണ്ട് അവന് ജീവിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം നമ്മൾ ഒരാൾക്കൊരു ഗുണം ചെയ്യണം, ഒരു ദോഷം ചെയ്യാൻ പോരുത്. ഗുണം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദോഷം ചെയ്യാൻ പോരുത് നമ്മൾ. അപ്പോൾ എനിവേ ഈ വീഡിയോ കണ്ടിട്ട് ചേട്ടനെ പലരും വിളിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോയിലും ഇങ്ങനെ സംഭവിച്ചു. പിന്നെ ചേട്ടനെ പോലെയുള്ള ആരെങ്കിലും നമുക്ക് സമ്മതിച്ച് വരാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്. ചേട്ടാ, അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ചേട്ടനെ ആരെങ്കിലുമൊക്കെ വിളിക്കും. അപ്പോൾ അവരോട് നിങ്ങളെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എന്നിട്ട് ബാക്കിയുള്ള വശങ്ങൾ, അതായത് പഠിപ്പിക്കാൻ തയ്യാറുള്ളവരെ നിങ്ങൾ പഠിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്യുക. അത് നിങ്ങൾ അതിൻ്റെ ഫീസോ കാര്യങ്ങളോ എന്നാന്ന് വെച്ചാൽ മേടിക്കുക. പിന്നെ ഈ ചേട്ടനെ പോലെയുള്ള പ്രത്യേകതയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇനി എൻ്റെ ഈ വീഡിയോ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. നമുക്ക് അവരെക്കുറിച്ച് ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം വളരെ സന്തോഷം. ഇത്രയും നേരം ചേട്ടനും നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിനും പിന്നെ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.